ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അർജുൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ PSC എക്സാം വിളിച്ച എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ജൂനിയർ അക്കൗണ്ടൻറ്റിൻ്റെ BCom പാസ്സായ കുട്ടികൾക്ക് ഒരു സുവർണ അവസരമാണ് നമുക്ക് PSCയിലൂടെ വന്നിട്ടുള്ളത്. ജൂനിയർ അക്കൗണ്ടൻ്റ് അതുപോലെ സിസ്റ്റം മാനേജർ എന്നീ പോസ്റ്റുകളിലേക്ക് PSC കുറച്ച് കാലത്തിന് ശേഷം വിളിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ BCom പാസ്സായ കുട്ടികൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഈ എക്സാമിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മുടെ CCയിൽ ഇതിനുള്ള കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 1-2 ബാച്ചുകൾ നമ്മൾ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ അതിലുള്ള പാർട്ടിസിപ്പേഷൻ കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് കുട്ടികൾ ഈ എക്സാം എഴുതാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? നമുക്കറിയാം, ചില കുട്ടികൾ BCom ഇപ്പോൾ കഴിഞ്ഞിറങ്ങിയ കുട്ടികളുണ്ടാവും. ചിലരാണെങ്കിൽ ഓൾറെഡി 10 വർഷമോ 15 വർഷമൊക്കെ BCom കഴിഞ്ഞ് വന്നവരുണ്ടാവും. ചിലർ അക്കൗണ്ടിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഇവർക്കെല്ലാം സൂട്ടബിൾ ആകുന്ന രീതിയിൽ, ഇവർക്കെല്ലാം നമ്മുടെ സിലബസ് പഠിച്ചു തീർക്കാവുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് CC നമ്മുടെ ഈ കോഴ്സിൽ PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് പരീക്ഷയ്ക്കുള്ള കോഴ്സിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആ ടൈം ടേബിൾ എന്താണെന്നും എങ്ങനെയാണ് ആ ടൈം ടേബിൾ നിങ്ങൾ ഹെൽപ്ഫുൾ ആകുന്നതെന്ന് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഈ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓരോ കുട്ടികളും എന്തായാലും ഈ വീഡിയോ കണ്ടിരിക്കുക. എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നതിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും നമ്മുടെ ഈ വീഡിയോ. ഒന്ന് നോക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ 10 മൊഡ്യൂളുകളാണ് നമുക്കുള്ളത്. ഓൾറെഡി കഴിഞ്ഞു പോയ എക്സാം, ഇതേ പോസ്റ്റിലേക്ക് നമുക്ക് മുന്നേ കഴിഞ്ഞു പോയ എക്സാമിൻ്റെ സിലബസ് തന്നെയാണ് ഇപ്പോഴുള്ളത്. ആ സിലബസ് വെച്ചുകൊണ്ട് CCയുടെ ടൈം ടേബിളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയിക്കാം. നോക്കുക, ഒന്നാമത്തെ മൊഡ്യൂൾ എങ്ങനെയാണ് നമ്മുടെ CC ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 100 ദിവസത്തെ കോഴ്സാണ് ആക്ച്വലി ഉള്ളത്. നമ്മൾ പരീക്ഷ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഏകദേശം മാർച്ച് ഏപ്രിൽ മാസത്തോട് കൂടിയിട്ടാണ്. സോ 100 ദിവസം നമുക്ക് കിട്ടുന്നു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ആ 100 ദിവസത്തിൽ നമ്മൾ എങ്ങനെ പഠിച്ചു തുടങ്ങണം? ഇവിടെ നോക്കുക, നമ്മളിവിടെ ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. ഡേ 1 എങ്ങനെയാണ്? മൊഡ്യൂൾ 1 തൊട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ആണ് നമ്മുടെ മൊഡ്യൂൾ 1. അതിൽ ഡേ 1 നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കൺസെപ്റ്റ്, പ്രിൻസിപ്പിൾസ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസമാണ് തരുന്നത്. എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്? നമ്മുടെ കോഴ്സിൽ ഓൾറെഡി ഈ ടോപ്പിക്കുകളെ പറ്റിയുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അത് നമ്മൾ ഒരുപാട് കാലമായി BCom കഴിഞ്ഞു പോയി എങ്കിലും നമ്മുടെ ആ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ബേസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകളായിട്ടുള്ളത്. സോ ഒരു ദിവസം നമ്മുടെ ടൈം ടേബിൾ പ്രകാരമാണെങ്കിൽ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾക്ക് തന്നിരിക്കും. ആ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കും. അന്ന് തന്നെ നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ ഡേ 1 ഡേ 2 അക്കൗണ്ട്സ് ഫോർ സോൾ ട്രേഡേഴ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. 3-ാം ദിവസം വന്നു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓഫ് സോൾ ട്രേഡർ. 4-ാമത്തെ ദിവസം വന്നതാണെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അങ്ങനെ 4 ദിവസം നമ്മൾ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ 5-ാമത്തെ ദിവസം നമുക്കിവിടെ റിവിഷൻ ഡേ ആണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ റിവിഷൻ ഡേ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം 4 ദിവസം പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തിയാണ്. ഇത് ഉറപ്പുവരുത്തുന്നത് നമ്മുടെ എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. ഓരോരുത്തരും നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾക്ക് ആ ടോപ്പിക്കുകളെല്ലാം ക്ലിയറായി എന്ന് ഉറപ്പുവരുത്തുന്നത്. കാരണം നമുക്ക് ദിവസങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, ആ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ നമ്മൾ അടുത്ത ചുവട് വയ്ക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ചുവടിലും നമ്മൾ എന്ത് ചെയ്യും? ആ ചുവട് നിങ്ങൾക്ക് ശക്തമാണെന്ന്, അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിൽ അത് പതിഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ആ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾ അറിവ് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടേ നമ്മൾ അടുത്ത ചുവട് വയ്ക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ടൈം ഷെഡ്യൂൾ കഴിഞ്ഞാലും നമ്മളൊരു ബ്രേക്ക് കൊടുക്കുന്നുണ്ട് റിവിഷനായിട്ട്. ഇനിയിപ്പോൾ 5-ാമത്തെ ദിവസം കഴിഞ്ഞു. 5-ാമത്തെ ദിവസം ഫുൾ റിവിഷനാണ് നമ്മൾ ചെയ്തത്. പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയും റിവൈസ് ചെയ്തു. നോട്ട്സ് ഓൾറെഡി നമുക്ക് പ്രിൻ്റഡ് നോട്ട്സ്, PDF നോട്ട്സ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. ആ നോട്ട്സിൽ അതുകൂടാതെ നിങ്ങളും നിങ്ങളുടെ സ്വയം നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ആ മൊഡ്യൂൾ 1 ആ ഭാഗം നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉറപ്പിക്കാൻ പോവുകയാണ് റിവിഷൻ ഡേയോടുകൂടി. അതിനുശേഷം 6-ാം ദിവസം അക്കൗണ്ടിങ്ങിൽ തന്നെ 6, 7, 8, 9 ദിവസങ്ങളിൽ വീണ്ടും അക്കൗണ്ടിങ് മൊഡ്യൂൾ 1 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? പാർട്ണർഷിപ്പ് അക്കൗണ്ട്, അഡ്മിഷൻ ആൻഡ് റിട്ടൻഷൻ,
റിട്ടയർമെൻറ്റ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, അതുപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇൻസോൾവൻസി ഓഫ് പാർട്ട്ണർ, അക്കൗണ്ടിങ് ഫോർ കൺസൈൻമെൻറ്റ്. അങ്ങനെ 9 ദിവസങ്ങൾ പിന്നിടും. 9 ദിവസങ്ങൾ പിന്നിടുമ്പോഴും നിങ്ങളെന്താണ് വീണ്ടും 10ാമത്തെ ദിവസം നിങ്ങൾക്ക് റിവിഷനാണ് ഇത്രയും പഠിച്ച കാര്യം. കാരണം ഈ 1ാമത്തെ മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ കവർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം BCom പാസ്സായ എല്ലാവരും ഉറപ്പായിട്ടും പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരിക, അതിൽ എവിടെ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത്, ആ കാര്യങ്ങൾ നമുക്ക് എടുത്ത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലെ ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, റിവിഷനിലൂടെ അത് ഉറപ്പാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി ഇത് കഴിഞ്ഞാൽ 11-12 ദിവസങ്ങളിൽ വീണ്ടും അക്കൗണ്ടിങ് മൊഡ്യൂൾ 1 തന്നെയാണ്. അവിടത്തോടുകൂടി നമ്മുടെ മൊഡ്യൂൾ 1 കഴിയും. എത്ര ദിവസം കൊണ്ട്? 12 ദിവസം കൊണ്ട് നമ്മുടെ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് യൂസിങ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ പ്രിപ്പറേഷൻ ഓഫ് അക്കൗണ്ടിങ്. ഈ കാര്യങ്ങളോട് കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തു. 13ാം ദിവസം നമ്മൾ റിവിഷൻ ഡേ ആണ്. 14ാം ദിവസം നമുക്ക് മോഡൽ എക്സാം ആണ്. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമ്മൾ മോഡൽ എക്സാം നടത്തിയിരിക്കും. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഈ ഒരു മൊഡ്യൂൾ കഴിയുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് 3 ദിവസം റിവിഷൻ ഡേ ലഭിക്കുകയും 1 ദിവസത്തിന് വേണ്ടിയിട്ട് മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. അതുവഴി ഓരോ മൊഡ്യൂളും തറമായി പഠിച്ചു എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇപ്പോൾ മൊഡ്യൂൾ 1 എടുത്തത് നമുക്ക് ഈ മോഡൽ എക്സാം അടക്കം 14 ദിവസമാണ് എടുത്തത്. ഈ 14 ദിവസം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മൊഡ്യൂൾ 1 നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അത്രയും എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഓരോ മൊഡ്യൂളിലും ഓരോ ടോപ്പിക്കിലും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് പേടിക്കേണ്ടതില്ല. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊഡ്യൂൾ 2 ആയാലും 3 ആയാലും ഇവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പോയി കഴിഞ്ഞാൽ ഓരോ മൊഡ്യൂളായിട്ട് നമ്മളിപ്പോൾ ഏകദേശം 3 മൊഡ്യൂൾ വരെയുള്ളതാണ് ടൈം ടേബിളാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. 100 ദിവസത്തെയാണ് നമ്മുടെ ടൈം ടേബിൾ. ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ 43ാമത്തെ ദിവസം 3ാമത്തെ മൊഡ്യൂൾ കഴിഞ്ഞ് അതിൻ്റെ മോഡൽ എക്സാം നമ്മൾ ചെയ്യും. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഇത് നമ്മളെ പല PSC എക്സാമിൽ ഇപ്പോൾ HSST എക്സാം ആയിക്കോട്ടെ, കൊമേഴ്സിൻ്റെ തന്നെ ആയിക്കോട്ടെ, അതിലെല്ലാം നമ്മൾ പരീക്ഷിച്ച് എഫക്റ്റീവ് ആണെന്ന് തെളിയിച്ച ഒരു രീതിയാണ് നമ്മുടെ ടൈം ടേബിളിംഗ് സിസ്റ്റവും അതിൻ്റെ ഫോളോ അപ്പും അതിൻ്റെ മോഡൽ എക്സാംസും അതിൻ്റെ റിവിഷൻ ഡേയും എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ഒപ്പം നിന്ന് നിങ്ങളെ ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ചോദിക്കാവുന്ന രീതിയിലുള്ള ഫ്രീ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ക്ലാസ്സുകൾ വളരെ എഫക്റ്റീവായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ പഠിച്ചു തുടങ്ങി പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തു പഠിച്ചു തുടങ്ങിയിട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരുപാട് പേര് പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾക്ക് ഇനി അടുത്തൊന്നും കിട്ടാനും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ളത് BCom പാസ്സായിട്ട് ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും ആഗ്രഹമായിരിക്കും. അത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വരുന്ന ഒരു 4 മാസം അല്ലെങ്കിൽ 3 മാസം ഒരു പണിയെടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഗവൺമെൻറ് ജോബ് ഇരിക്കും. സോ അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ പഠനം ആരംഭിക്കുക. പഠനത്തിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് രീതി കൊണ്ടുവരിക. അതിനുവേണ്ടി നമ്മുടെ CCയുടെ കോഴ്സുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. CCയുടെ കോഴ്സുകളിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്? PSC ജൂനിയർ അക്കൗണ്ടൻറ്റ് ആൻഡ് ക്ലർക്ക് എക്സാമിൽ ജോയിൻ ചെയ്താൽ നമ്മുടെ ബാച്ച് 2ാമത്തെ ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാച്ച് 2.0 എന്നുള്ളതാണ്. ഓൾറെഡി ആദ്യത്തെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ വളരെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ എക്സ്പെർട്ടായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. PDF നോട്ട്സ് ലഭിക്കുന്നതാണ്. റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കി പഠിക്കാവുന്ന രീതിയിൽ ഓൾറെഡി ടൈം ടേബിൾ ഉണ്ട്. ആ ടൈം ടേബിൾ പ്രകാരമുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ മോഡൽ എക്സാം നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ടുണ്ടായിരിക്കും. നമുക്കൊരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് വരുന്ന എല്ലാ സംശയങ്ങളും ചോദിക്കാനും അതിലൂടെ ടീച്ചേഴ്സ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും സഹായിക്കുന്നതാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രീ ആണ്. അത് നമ്മുടെ കോഴ്സിൽ എടുക്കാത്ത കുട്ടികൾക്കും ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ശക്തമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് നമ്മുടെ ടീച്ചേഴ്സായിട്ട്. നമ്മുടെ നെറ്റ് എക്സാം ആയിക്കോട്ടെ, സെറ്റ് എക്സാം ആയിക്കോട്ടെ, കഴിഞ്ഞു പോയ HSST കൊമേഴ്സ് എക്സാം ആയിക്കോട്ടെ, വളരെ റിസൾട്ട്
കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സാണ് നമുക്കുള്ളത്. ക്വാളിഫൈഡ് ആയിട്ടുള്ള, നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന, നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാൻ പ്രാപ്തരായിട്ടുള്ള ടീച്ചേഴ്സാണ് ഉള്ളത്. സോ അവരുടെ സഹായത്തോട് കൂടിയിട്ട് നമുക്ക് ഈ കോഴ്സ് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. സോ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പർ 8921440580, ഒന്നുകൂടി പറയാം, 8921440580 എന്നുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ കോഴ്സുകളെ പറ്റി അറിയുക, ഉടനെ പഠിച്ചു തുടങ്ങുക. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. അതുകൊണ്ട് അത് പാഴാക്കാതെ ഗവൺമെൻറ് ജോബ് നേടുക എന്നുള്ള സ്വപ്നത്തിലേക്ക് ഒരു ജോബ് കൂടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കോഴ്സുകളെ പറ്റി പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ ലിങ്ക് ഉണ്ടായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ എത്തും. അവിടെ നിന്ന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾക്ക് എന്താണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് നമ്മുടെ ലക്ഷ്യം, എങ്ങനെയാണ് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ചൂസ് ചെയ്യേണ്ടതും ചൂസ് ചെയ്യാതിരിക്കുന്നതും നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സോ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തവർ ഉടനെ പഠിച്ചു തുടങ്ങാം. ഇത്തവണത്തെ ഈ PSC എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാം, ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അത് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു.